ഹായ്. സോ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ പോർഷൻസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഐ നോ നിങ്ങളുടെ എക്സാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ദിസ് വിൽ ബി ദ ലാസ്റ്റ് മൊഡ്യൂൾ, അല്ലെങ്കിൽ ലാസ്റ്റ് പോർഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ എങ്ങനെ തുടങ്ങിയത്? നമ്പർ സിസ്റ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് എവറി ഡിജിറ്റൽ സിസ്റ്റം നീഡ് സം കൈൻഡ് ഓഫ് നമ്പറിങ്. ബേസിക്കലി നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റമാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ കാര്യമായിട്ട് വേണ്ടി വരിക. സോ നമ്പർ സിസ്റ്റം എന്തിനെല്ലാം നോക്കി എന്നുള്ളതിൻ്റെ റീസണിങ് ഉണ്ട്. കാരണം വി നീഡ് ടു ബി ഫെമിലറൈസ്ഡ് വിത്ത് ഓൾ കൈൻഡ് ഓഫ് നമ്പർ സിസ്റ്റം, എസ്പെഷ്യലി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. കാരണം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ ഹെക്സാഡെസിമൽ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. സോ നിങ്ങൾ മൈക്രോ പ്രോസസ്സറിൽ പഠിച്ചിട്ടുണ്ടാവും എന്തിനാണ് നമ്മൾ ഹെക്സാഡെസിമൽ സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. സോ എനിവേ, നമ്പർ സിസ്റ്റത്തിലെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസിലൂടെ വന്ന് നമ്മൾ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സ് ആണ് ആദ്യം നോക്കിയത് അല്ലേ? ആഡേഴ്സ്, സബ്ട്രാക്ടേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത്. ദാറ്റ്സ് ഫൈൻ. പിന്നെ ഡിജിറ്റലിൻ്റെ വേറൊരു വേർഷനായ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ആണ് തേർഡ് മൊഡ്യൂളിൽ നമ്മൾ കണ്ടത്. അതായത് ആഡ് ലൈക്ക് ഫ്ലിപ്പ് ഫ്ലോപ്സ്, ലാച്ചസ്, കൗണ്ടേഴ്സ്, രജിസ്റ്റേഴ്സ്. സോ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. സോ ഇത് നമ്മൾ ലേറ്റസ്റ്റ് ആയി കണ്ടതാണ്. നെക്സ്റ്റ് വൺ അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് പാർട്ടാണ് നമ്മൾ മെമ്മറി എലമെൻറ്റ്സ്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് മെമ്മറീസ് ആണുള്ളത് എന്നുള്ളതാണ്. സോ ഇതൊരു ഇൻട്രോ ഓഫ് ദി മെമ്മറി സിസ്റ്റംസ് ആണ്. ഈ ഒരു മൊഡ്യൂൾ ഒരു ഇൻട്രോ ആണ്. യു ഡോണ്ട് ഹാവ് ടു ഗോ ഇൻ ടു ഡീപ്പ്. അതിൻ്റെ ഉള്ളിലേക്ക് വളരെയധികം പോയി ഈച്ച് ആൻഡ് എവറി മെമ്മറി എലമെൻറ്റിലേക്ക് പോയി ആ ഒരു ലെവലിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇറ്റ്സ് ആൻ ഇൻട്രൊഡക്ടറി പാർട്ട് ഓഫ് മെമ്മറി സിസ്റ്റം. ഓക്കെ. സോ അതാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ. സോ ഈ സിലബസ് ടോട്ടലി നോക്കുകയാണെങ്കിൽ വളരെ വർത്ത് ആയിട്ടുള്ളൊരു സിലബസ് ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നിങ്ങൾ പഠിക്കുന്ന ഈ തേർഡ് സെമ്മിലെ സാധനം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം വെരി ബേസിക്സ് ആൻഡ് ടേക്സ് യു ഓൾ ദ വേ ടു മെമ്മറി കൺസെപ്റ്റ്സ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി കൺസെപ്റ്റ്സ്. ക്ലിയർ? സോ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് നമ്മൾ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ സീക്വൻഷ്യൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് കണ്ടിരുന്നു അല്ലേ? സോ ഒരു ബേസിക് ഒരു ബേസിക് മെമ്മറി എലമെൻ്റ് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്നതിൻ്റെ ബേസിക് എലമെൻ്റ് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലേ? ഇനി ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ബേസിക് എലമെൻ്റ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് നോക്കുകയാണെങ്കിൽ വി ഓൾവേസ് നോ ദാറ്റ് ഇറ്റ്സ് എ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഇനി അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ റൂട്ടിലേക്ക് പോവുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ട്രാൻസിസ്റ്റേഴ്സ്. And when you go to the root of transistors, you can go to PN junctions. When you go to the root of PN junctions, you can take a handful of sand. എന്നിട്ട് പറയാം electronics starts from here. Okay. So ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രോ ആണ് ഞാനിവിടെ പറയുന്നത്. ലൈക്ക് ഫ്ലിപ്പ് ഫ്ലോപ്സ് are the basic element of memory. Okay. So ഈ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ നമ്മൾ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ എന്തായാലും വരുന്ന സാധനം തന്നെയാണ്. സോ പറഞ്ഞു വന്നത് എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ സ്റ്റോർ ഐദർ 1 or 0. സോ ബേസിക് കൺസെപ്റ്റ് അതാണ്. സോ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് സ്റ്റോർ സംതിങ് ടെമ്പററി, റൈറ്റ്? ലൈക്ക് ടെമ്പററി എന്ന് പറയാനുള്ള കാരണം ദർ ആർ സർട്ടൻ മെമ്മറീസ് ദാറ്റ് വർക്ക്സ് ആസ് രജിസ്റ്റേഴ്സ്. നിങ്ങൾ മൈക്രോ പ്രോസസ്സറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും രജിസ്റ്റേഴ്സ് ആർ വെരി മച്ച് ടെമ്പററി ഇൻ നേച്ചർ അല്ലേ? ഇപ്പോൾ 8085 എടുക്കുകയാണെങ്കിൽ 6 രജിസ്റ്റേഴ്സ് ആണുള്ളത്, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് 6 എണ്ണം, പിന്നെ ഒരു അക്യുമുലേറ്റർ രജിസ്റ്റർ ഉണ്ട്. സോ ഇതൊക്കെ ടെമ്പററി ബേസ്ഡ് ആണ്. സോ രജിസ്റ്റർ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു രജിസ്റ്റേഴ്സ് ദർ ആർ 8 രജിസ്റ്റേഴ്സ് ഫോർ 8085 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് 8 എണ്ണം ഉള്ളത്. അതിലൊരു സിംഗിൾ രജിസ്റ്റർ എടുക്കുക, ഒരു 1 ബിറ്റ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ എടുക്കുക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ. സോ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എന്ത് സ്റ്റോർ ചെയ്യുന്നത്? ഐദർ 1 or 0. സോ ജസ്റ്റ് ഇമാജിൻ ദർ ആർ n number of flip flops, n number of transistors, n number of സർക്യൂട്ട്സ് ദാറ്റ് കണക്ട്സ് ഓൾ ദീസ് ട്രാൻസിസ്റ്റേഴ്സ്. അതിലൂടെയൊക്കെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഓരോ മെമ്മറി കൺസെപ്റ്റ് നമ്മൾ റിയലൈസ് ചെയ്യുക. ഓക്കെ. സോ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ ആണ് പറഞ്ഞത്, ഹൗ ദി ബിൽഡിംഗ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ സിലബസ് ഈസ് റിയലി ഗുഡ്. കാരണം ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ലെവലിൽ നിന്ന് തുടങ്ങി മെമ്മറിയിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് സിലബസ് ചെയ്യുന്നത്. ഓക്കെ. സോ ലെറ്റ്സ് have a quick look on the fourth module, memory. Okay. So memory എന്ന് പറയുമ്പോൾ these are the 4 types. ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ you have registers, primary memory, cache memory and secondary memory. ഇതൊക്കെ നിങ്ങൾ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ഒരു മെമ്മറി എലമെൻറ്റ്സ് തന്നെയാണ്. സോ രജിസ്റ്റേഴ്സ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് എ ബിൽഡിംഗ് ഓർ ബേസിക് ടെമ്പററി സ്റ്റോറേജ് part of a micro
ചിപ്പ് അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് പാർട്ടാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഹൈലി ടെമ്പററി ഇൻ നേച്ചർ. ഓക്കെ, പിന്നെ അതേപോലെ പ്രൈമറി മെമ്മറീസ്. സോ പ്രൈമറി മെമ്മറീസ് ആർ ഓഫ് ടു ടൈപ്സ് ലൈക്ക് റീഡ് റൈറ്റ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, ആ റീഡ് റൈറ്റിൽ വി ഹാവ് റാം, സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് we have sequential access and random access. Random വീണ്ടും ഡിവൈഡ് ചെയ്ത് we have static and dynamic, as you can see from the figure. ഇനി അതിൽ തന്നെ നമ്മൾ റീഡ് ഓൺലി മെമ്മറി എടുക്കുകയാണെങ്കിൽ you have ROMs, and ROM are different types on the basis of technique, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഗ്രാം ഈ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് ഇൻവോൾവ്. അതിന് ബേസ്ഡ് ആണ് നമ്മൾ റോമിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഐ വിൽ ഗോ ഇൻ ടു ഡീപ്പർ ഇൻ ടു ദാറ്റ്. സോ നിങ്ങൾക്ക് അറിയുണ്ടാവും, റാം ഈസ് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റോം ഈസ് റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, ദെൻ യു ഹാവ് എ ഡിഫറെൻറ്റ് ഡെഡിക്കേറ്റഡ് സെറ്റ് ഓഫ് മെമ്മറീസ് നോൺ ആസ് ക്യാഷ് മെമ്മറി. അതായത് നമ്മുടെ പ്രോസസ്സുകളൊക്കെ സ്പീഡാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനും പ്രോസസ്സറിനും ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. സോ ക്യാഷ് മെമ്മറി ആർ റാൻഡം മെമ്മറീസ്, ആൻഡ് ലൈക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏത് അഡ്രസ്സിൽ നിന്ന് വേണമെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് പിന്നെ ആക്സസ് ചെയ്യാം. ആൻഡ് ദ മെയിൻ പർപ്പസ് ഈസ് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു അഡ്രസ്സിൽ നിന്നും, സെക്കൻഡറി ഡിവൈസിൽ നിന്ന് ഒരു അഡ്രസ്സിൽ നിന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ആക്സസ് ചെയ്യുന്നതിനെ ഈവൻ ഈ ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. സോ ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ഗോ ഓൾ ദ വേ ടു സെക്കൻഡറി മെമ്മറി ആൻഡ് ടേക്ക് ദ ഇൻഫോ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദി പ്രോസസ്സർ ടു വർക്ക്. നേരെ ക്യാഷ് മെമ്മറിയിലേക്ക് റെഫർ ചെയ്താൽ മതി. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ടൈം നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ കഴിയും വെൻ യു ഹാവ് എ ക്യാഷ് മെമ്മറി ഇൻ ബിറ്റ്വീൻ. ഓക്കെ, സോ ദേ ആർ വെരി ഫാസ്റ്റ് ഇൻ നേച്ചർ. ദെൻ സെക്കൻഡറി മെമ്മറീസ് നിങ്ങൾക്കറിയാം, there are like sequential access and semi like random access. It's like sequential access ആണെങ്കിൽ മാഗ്നറ്റിക് ടേപ്പ്, പണ്ട് നമ്മൾ കണ്ടിരിക്കുന്ന നമ്മൾ ഓല എന്നൊക്കെ പറയുന്ന സാധനം, അല്ലെങ്കിൽ നമ്മുടെ ടേപ്പ് റെക്കോർഡിലൊക്കെ യൂസ് ചെയ്യുന്ന ആ സാധനം മാഗ്നറ്റിക് ടേപ്സ്. ദെൻ യു ഹാവ് CCD which is the storage device in cameras. നമ്മളിപ്പോൾ ക്യാമറയിലൊക്കെ ഡിജിറ്റൽ ക്യാമറയിലേക്ക് നമ്മൾ ചാർജ് കപ്പിൾഡ് ഡിവൈസ് എന്ന് പറയും. Okay, so the device will be charged, then you have a pixel stored. If the device is not charged, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ചാർജ് ചെയ്തില്ലെങ്കിൽ it is a black, nothing is stored. So ക്യാമറയിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ് CCD മെമ്മറീസ്. Then you have ferrite core memories. So ഞാൻ കൂടുതൽ ഡീപ്പ് ഡെപ്തിലേക്ക് പോകുന്നില്ല, I am sticking out to the syllabus. Okay, then semi random access memories, you have CD, DVDs, HDs, floppy disk, etc. So all these മെമ്മറീസ് അല്ലെങ്കിൽ ഈ സെമി ആക്സസ് മെമ്മറീസ് വേർ ലൈക്ക് ഇൻ എ ബൂം. നിങ്ങൾക്കറിയാം, വളരെയധികം ഹൈ ലെവലിലായിരുന്ന മെമ്മറി ടൈപ്സ് ആണ് ഇതൊക്കെ. ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ആണെങ്കിലും, ഹാർഡ് ഡിസ്ക് ഇപ്പോഴും ഉണ്ട്, CD ആണെങ്കിലും DVD ആണെങ്കിലും. പക്ഷേ ചെറിയൊരു സാധനം അതിനൊക്കെ റീപ്ലേസ് ചെയ്തു. ഇറ്റ്സ് നത്തിങ് ബട്ട് ദി പെൻഡ്രൈവ്. സോ പെൻഡ്രൈവ് വന്നതോടുകൂടി, അല്ലെങ്കിൽ USB സ്റ്റോറേജ് ഡിവൈസ് വന്നതോടുകൂടി CD-ക്കും DVD-ക്കും ഒക്കെ പ്രസൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിലവൻസ് കുറഞ്ഞു. You know that. So anyway, പറഞ്ഞു വന്ന പോയിന്റ്, these are the broad classification of memory, different types of memory and its subclassifications. Okay, so moving on. ഇനി ഒരു ജനറൽ മെമ്മറി ഓപ്പറേഷൻ, ഒരു മെമ്മറി എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഈ ഒരു ഡിസ്കഷൻ നമ്മൾ മെയിനായിട്ട് വരുന്നത്. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ്. സോ ഇറ്റ്സ് ലൈക്ക് just imagine this is a memory M, and you have different placeholders, and these are like 8-bit ആവാം, 16-bit ആവാം, എന്തും ആവാം. And for that you have address. So each location will have an address. Okay, so you have to call this address, so that first of all the address has to be called. ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞു പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ you should call the address, and when you call the address you can access the data stored in that address. So ഇങ്ങനെയാണ് നോർമൽ ഇതാണ് സിമ്പിൾ ആയിട്ട് മെമ്മറി ഓപ്പറേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. So you have an address for each and every location. Clear? So അതിൻ്റെ ഒരു ഓപ്പറേഷൻ ആണ് അവിടെ ബ്രീഫ് ചെയ്തിരിക്കുന്നത്. So you select the memory address, ഞാൻ പറഞ്ഞ പോലെ. എന്നിട്ട് ഈ കണ്ടന്റ്, ഈ സ്പേസിലെ കണ്ടന്റ്, there are two operations that is possible. Either you can read the content or you write on that space. So ഈ രണ്ട് ഓപ്പറേഷൻസ് ആണ് പോസിബിൾ ആവുന്നത്. സോ ഇതിനെന്താണെങ്കിലും you should select the address first. അത് ഈ അഡ്രസ് ആവാം, in between address ആവാം, there is no problem. So you select that address, and when you select that address, next operation is what
you have to do with the location. ഈ ലൊക്കേഷൻ, ഈ ഒരു സ്പേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ചെയ്യുന്നത്. സോ ഇറ്റ് കുഡ് ബി റീഡ് ഓർ റൈറ്റ്. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നത്. ദെൻ ഇനി റൈറ്റ് ആണെങ്കിൽ യു ഷുഡ് സപ്ലൈ ദി ഇൻപുട്ട് ടു ദി ലൊക്കേഷൻ. ക്ലിയർ? അത് എന്തിനാണ് നമ്മൾ സപ്ലൈ ചെയ്യുക? അഗെയിൻ ഐ എം റെഫറിങ് ടു മൈക്രോ പ്രൊസസ്സർ 8085 ക്ലാസ്സിലേക്ക് റെഫർ ചെയ്യാണ്. സോ നിങ്ങൾ ഡേറ്റ ബസ്സിൽ, സോ ആദ്യം അഡ്രസ്സ് കൊണ്ട് നിങ്ങൾ മെമ്മറീനെ സെലക്ട് ചെയ്തു. അടുത്ത ഓപ്പറേഷൻ എന്താ? ഡേറ്റ ബസ്സിൽ നമ്മൾ എന്താണ് അവിടെ കൊണ്ടുപോയി വെക്കാനുള്ളത് ആ സാധനത്തിനെ കയറ്റി വിടുകയാണ്. ഓക്കെ, നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഓർത്താൽ മതി, വേറെ ഒന്നും വേണ്ട. നമ്മൾ ആദ്യം ഒരു കത്ത് അയക്കുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് എഴുതിയിട്ട് അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ ആദ്യം അതിൽ എഴുതി വെക്കും അല്ലേ? പോസ്റ്റ്മാൻ അതെന്താ ചെയ്യുക? ആ അഡ്രസ്സ് താഴ്ന്ന വായിച്ചു പോവുക. താഴ്ന്ന് വായിച്ച് സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് അവസാനം അതുകൊണ്ട് എത്തിക്കുന്നു. എക്സാക്ട്ലി സെയിം തിങ്. നിങ്ങൾ അതിൻ്റെ അഡ്രസ്സ് ആദ്യം എഴുതുന്നു. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോസ്റ്റ്മാൻ, ജസ്റ്റ് ഇമാജിൻ ദ പോസ്റ്റ്മാൻ ആൾസോ ടേക്സ് ദ ലെറ്റർ. പോസ്റ്റ്മാൻ ഡെലിവേഴ്സ് ലെറ്റർ ആസ് വെൽ ആസ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ടോയെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. പണ്ട് പോസ്റ്റ്മാൻ്റെ കയ്യിൽ കൊടുത്താൽ മതി, പോസ്റ്റ് ബോക്സിൽ കൊണ്ടിടണ്ട. പോസ്റ്റ്മാൻ്റെ കയ്യിൽ കൊടുത്തെങ്കിൽ പോസ്റ്റ്മാൻ എടുത്ത് പോസ്റ്റ് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തോളൂ. സോ ഇറ്റ് ഈസ് എക്സാക്ട്ലി സിമിലർ ലൈക്ക് റീഡ് ആൻഡ് റൈറ്റ്. സോ either the postman delivers or postman takes the letter. Clear? From the location, and the location is your home. നിങ്ങളുടെ വീടാണ് ലൊക്കേഷൻ. Clear? So there will be an address. നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു, and you have to, and postman is the data bus. അവിടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത് പോസ്റ്റ്മാൻ ആണ്. ഓക്കെ, ഈ പോസ്റ്റൽ കവർ ആണ് അഡ്രസ്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ അഡ്രസ് ബസ്സിൽ അഡ്രസ്സ് നമ്മൾ കയറ്റി വിട്ടു. ഇനി ഡേറ്റ ബസ്സിലാണ് ഡേറ്റ കയറ്റി വിടുന്നത്. സോ ഡേറ്റ ബസ് ഈസ് എ പോസ്റ്റ്മാൻ. ഹി ടേക്സ് ദ ഡേറ്റ ഓൺ ടു യു ആൻഡ് യു ആർ ദി ലൊക്കേഷൻ. സോ ഇതാണ് നമ്മുടെ, യു ക്യാൻ കൺസിഡർ ദിസ് ആസ് ദി ഹോം. സോ വീട്ടിലേക്ക് നമ്മൾ ഒന്നില്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്നു, അല്ലെങ്കിൽ യു ടേക്ക് ദി ഡേറ്റ ഔട്ട്. ഓക്കെ, ദെൻ അടുത്ത പ്രോസസ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ് കഴിഞ്ഞാൽ യു ക്യാൻ ഐദർ എനേബിൾ ഓർ ഡിസേബിൾ ദ മെമ്മറി. ഇങ്ങനെയാണ് ഒരു ജനറൽ മെമ്മറി ഓപ്പറേഷൻ പോസിബിൾ ആവുന്നത്. സോ again ഞാൻ ഈ പറഞ്ഞ പോലെ there are two operations possible. Either you write on the location or you read from the location. Clear? സോ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ സാധനത്തിൻ്റെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സുകളുടെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് വെർഷൻ. അതായത് അഡ്രസ്, ഇമാജിൻ യു ഹാവ് 5 അഡ്രസ് ലൈൻസ്. 8085 എത്ര അഡ്രസ് ലൈൻസ് ഉള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ദർ ആർ 16 അഡ്രസ് ലൈൻസ്. സോ AD0 to AD7, then A8 to A15. ക്ലിയർ? സോ അവിടെ നമുക്ക് 16 അഡ്രസ് ലൈൻസ് ഉണ്ട്. സോ എന്താണ് ഈ അഡ്രസ് ലൈൻസ് കൂടിയുള്ള ഗുണം? So what is the benefit if you have more address lines? What is the benefit? So just imagine you have 5 address lines. So the maximum number of locations that you can address is what? 2 to the power 5. Okay, ഇത്രയും ലൊക്കേഷൻസ് ആണ് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് 2 2 2 2 and 2 4 2 are 8 2 are 16 2 are 32. സോ 32 ലൊക്കേഷൻ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സേ ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് ഫ്രം 0 0 0 0 0, then 0 0 0 0 1, then 2 3 4. സോ അങ്ങനെ 32 ലൊക്കേഷൻസ് മാത്രമേ പോസിബിൾ ആവുള്ളൂ ഇഫ് യു ഹാവ് ഓൺലി 5 അഡ്രസ് ലൈൻസ്. അല്ലേ? 5 32 വരെ പോസിബിൾ ആവും. ബട്ട് ഇമാജിൻ ഇഫ് യു ഹാവ് 16 അഡ്രസ് ലൈൻസ്, ഇറ്റ് ഈസ് ലൈക്ക് 2 to the power 16. സോ ഇതുകൊണ്ടാണ് നമ്മൾ അഡ്രസ് ബസ് അല്ലെങ്കിൽ അഡ്രസ് ലൈൻസ് കൂട്ടിയാൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് ദാറ്റ് യു ക്യാൻ അഡ്രസ് ഈസ് മോർ. ഓക്കെ, ഇതിന് നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? നമുക്ക് ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലൈക്ക് ഒരു പിൻ, നിങ്ങളുടെ പിൻ ജനറേഷൻ എടുക്കുക. നിങ്ങളിപ്പോൾ SBI നിങ്ങളിപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പിൻ കിട്ടും. സോ 6 numbers യു ഹാവ് റാൻഡം കോമ്പിനേഷൻ. സോ ഈ റാൻഡം കോമ്പിനേഷനിൽ you can have n number of possibilities. So ഇത് 6 എന്നുള്ളത് 16 ആക്കിയാൽ വീണ്ടും നമുക്ക് കോമ്പിനേഷൻസ് കൂട്ടാൻ കഴിയും. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് മോർ അഡ്രസ് ലൈൻസ് യു ക്യാൻ അഡ്രസ് മോർ ലൊക്കേഷൻസ്. അതാണ് അതിൻ്റെ ഒരു കണക്ഷൻ. ഓക്കെ, ഇനി സോ ഫസ്റ്റ് വൺ യു ഹാവ് ദി അഡ്രസ് ഇൻ ദി അഡ്രസ് ബസ്, ആൻഡ് ദ സെക്കൻഡ് വൺ യു ഹാവ് റീഡ് ഓർ റൈറ്റ് ഇൻപുട്ട്. അല്ലേ? അടുത്ത പ്രോസസ് റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിന് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ലൈൻ ഉണ്ടാവും, റീഡ് ബാർ ഡബ്ല്യു ബാർ അല്ലെങ്കിൽ R ബാർ ഡബ്ല്യു ബാർ. ദാറ്റ് ഈസ് റീഡ്, അതായത് ആ ലൈനിൽ 1 ആണെങ്കിൽ അത് റീഡ് ചെയ്യും, ആ ലൈനിൽ 0 ആണെങ്കിൽ അത് റൈറ്റ് ചെയ്യും.
നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ മുമ്പുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ പഠിക്കുമ്പോൾ അതിൽ കണ്ടിരുന്നു ഒരു സിംഗിൾ ലൈൻ എങ്ങനെയാണ് രണ്ട് പർപ്പസ് ചെയ്യുന്നതെന്നുള്ളത്. ആൻഡ് ദി പ്രോസസ് ഈസ് നോൺ ആസ് മൾട്ടിപ്ലക്സിങ്. നമ്മളൊരു സിംഗിൾ ലൈൻ ഉപയോഗിച്ചിട്ട് രണ്ട് പ്രോസസ് ചെയ്യുന്നതിനാണ് നമ്മൾ മൾട്ടിപ്ലക്സിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് ലൈൻ ഇഫ് ഇറ്റ് ടേക്സ് 1 it goes for reading, if it takes 0 it does writing into that location. ഇനി അടുത്ത ഓപ്പറേഷൻ ചെയ്യുന്നത് മെമ്മറി എനേബിൾ അല്ലേ. അഡ്രസ്സ് വന്നു, മെമ്മറിയിൽ എന്ത് ചെയ്യണം, ലൊക്കേഷനിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, അതിനുശേഷം ആ പെർട്ടിക്കുലർ മെമ്മറിനെ എനേബിൾ ചെയ്യണം. ഓക്കെ, സോ യു എനേബിൾ ദ മെമ്മറി. അതിൻ്റെയൊക്കെ ഈ പറഞ്ഞതിൻ്റെയൊക്കെ പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ ആ ട്രൂത്ത് ടേബിളിൽ ലാസ്റ്റ് വണ്ണിൽ കാണുന്നത്. ഓക്കെ, യു ഗോ ത്രൂ ദാറ്റ്. ഫൈൻ. ആൻഡ് ദിസ് ഈസ് എ റീഡ് റൈറ്റ് ഓപ്പറേഷൻ. So writing the data in the word 0 1 0 0, okay, into the memory location. So it is location 0 0 0 1 1. So 0 0 0 1 1 പിന്നെ എന്ന് പറഞ്ഞ അഡ്രസ്സിൽ റൈറ്റിംഗ് ഓപ്പറേഷൻ ആണ് ഫസ്റ്റ് ട്രൂത്ത് ടേബിൾ കാണുന്നത്, ഫസ്റ്റ് വണ്ണിൽ. ഇനി സെക്കൻഡ് വൺ ആണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് റീഡിംഗ് ഓപ്പറേഷൻ ഫ്രം 1 1 1 1 0 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ റീഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ നേരത്തെ വരച്ച പോലെ യു ഹാവ് എ ബ്ലോക്ക് ഓഫ് മെമ്മറി. അതിൽ നമ്മൾ എല്ലാ ലൊക്കേഷനും കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ അഡ്രസ്സിൽ പോയി അത് റീഡാണോ റൈറ്റ് ആണോ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡെഫിനേഷൻ നമുക്ക് അവിടെ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ മെമ്മറി വർക്ക്സ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നമ്മൾ ടൈമിംഗ് ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം ശരിക്കും. അത് നിങ്ങൾ മ്യൂപ്പിയിൽ കണ്ടിട്ടുണ്ടാവും. സോ ഹൗ a process is completed, how a instruction is executed using timing diagram. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മൈക്രോ പ്രൊസസർ പഠിക്കുമ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാവും. സോ ഞാൻ ആ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല, അത്രയ്ക്ക് ഡെപ്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഈ സിലബസ് ഡിമാൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് ഡിമാൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഡൺ ലൈക്ക് ദാറ്റ്. ആൻഡ് ദിസ് ഈസ് an example, like suppose if you want to input and output, I mean like describe the condition at each input when the address location 0 0 1 0 0 are to be read. Okay, അതിനുവേണ്ടി ഞാൻ എഴുതിയ അല്ലെങ്കിൽ എടുത്ത ഒരു സ്ലൈഡാണത്. ഇഫ് യു വാണ്ട് ടു റീഡ് ഫ്രം എ ലൊക്കേഷൻ 0 0 1 0 0, ഇതാണ് ഈ സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യുക, ലൈക്ക് സീക്വൻഷ്യലി. ആദ്യം അഡ്രസ്, ദെൻ ഡാറ്റ ഇൻപുട്ട്, ദെൻ റീഡ് റൈറ്റ് ആണോ എന്ന് നോക്കും. അത് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റീഡാണ്. സോ ആ ഒരു ലൈൻ ഹൈ ആക്കി വയ്ക്കുക. ദെൻ മെമ്മറി എനേബിൾ, അതാണ് ME. മെമ്മറീനെ എനേബിൾ ചെയ്യണം, എങ്കിൽ മാത്രമേ അതിന് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് പിൻ ഹാസ് ടു ബി ഹൈ. ദെൻ യു ടേക്ക് ദ ഡാറ്റ ഔട്ട്. സോ ഡാറ്റ ബസ്സിൽ ഈ പ്രോസസ്സുകളൊക്കെ നടക്കുന്നത് ക്ലോക്ക് പൾസിലാണ്. നമ്മൾ കൗണ്ടറിൽ കണ്ടിരുന്നു, കൃത്യമായിട്ടും ക്ലോക്ക് പൾസിലാണ് ഈ ഒരു ഓപ്പറേഷൻ നടക്കുള്ളൂ. കാരണം സീക്വൻഷ്യലി പോകണം. കാരണം റീഡ് റൈറ്റ് കഴിഞ്ഞിട്ടേ മെമ്മറി എനേബിൾ ചെയ്യാവൂ. ആദ്യം തന്നെ മെമ്മറി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കൺഫ്യൂഷൻ ആവും. ലൈക്ക് എവിടെ നിന്നാണ് എന്താണ് ഫെച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിന് മൊത്തം കൺഫ്യൂഷൻ ആവും. സോ ദിസ് ഈസ് എ സീക്വൻഷ്യൽ ഓപ്പറേഷൻ, ആൻഡ് the sequence is governed by, അല്ലെങ്കിൽ sequence is controlled by the clock. Okay, so clock is the heart of any digital circuit. ഒരു മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ പ്രൊസസ്സർ IC ഉണ്ടെങ്കിൽ ക്ലോക്ക് ഈസ് മസ്റ്റ്. ഓക്കെ, നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ ലൈക്ക് 1.6 GHz അല്ലെങ്കിൽ 3 GHz സ്പീഡിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിഫൈൻസ് ദ ക്ലോക്ക് സ്പീഡ്. ഓക്കെ, സോ ക്ലോക്ക് എത്ര ഫ്രീക്വൻസിയിലാണ് പോകുന്നതെന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. സോ ഇഫ് ദ ക്ലോക്ക് സ്പീഡ് ഈസ് മോർ, ദ പ്രോസസ് വിൽ ഹാപ്പൻ മച്ച് ഫാസ്റ്റർ. ഓക്കെ, സോ പ്രോസസ്സറിൻ്റെ ഒരു കഴിവും കൂടി അതിലുണ്ട്. ക്ലിയർ? അതാണ് നമ്മൾ ഈ പറഞ്ഞ കോർ i3 i5 i7 എന്നൊക്കെ പറയുന്നത്. ആ ഒരു ഡിഫറൻസ് ആണ് ഉള്ളത്, ദ പ്രോസസ്സർ സ്പീഡ്. സോ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദി ക്ലോക്ക് ആൾസോ. Okay, so this is a read operation, and second example is write operation. Again address 01101 ലെ ഡേറ്റ നമ്മൾ റൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യണം. സോ റൈറ്റ് ചെയ്യുമ്പോൾ അഡ്രസ്സ് സെലക്ട് ചെയ്യുക, ഡേറ്റ ഇൻപുട്ട് കൊടുക്കുക. ആ ഡേറ്റ ലൈൻസിൽ ഇൻപുട്ട് കൊടുക്കുക വെച്ചാൽ ഡേറ്റ ലൈനിൽ 1100 എന്ന് പറഞ്ഞ ഡേറ്റ ആണെങ്കിൽ ആ 1100 അവിടെ ആ ഒരു ബസ്സിൽ കയറ്റി വയ്ക്കുക. ദെൻ യു വാണ്ട് ടു മേക്ക് ദി മെമ്മറി വർക്കിംഗ് ആസ് റീഡ് ഓർ റൈറ്റ്. സോ ഇറ്റ് ഷുഡ് ബി റൈറ്റ്. സോ W ബാർ ആണ് കോംപ്ലിമെൻറ്റ്, അതായത് ഇതാണ് റീഡ് ബാർ W കോംപ്ലിമെൻറ്റ്. ഇതാണ് ശരിക്കും ഇതൊരു ലൈനാണ്. ഇത് മെമ്മറിയിലേക്ക് ഇതൊരു മെമ്മറി IC ആണ്, ഇതൊരു IC ആണെന്ന് വിചാരിക്കുക. സോ ഇതൊരു ലൈനാണ്. സോ ഇതിലേക്ക് നമ്മൾ 0 എടുക്കുകയാണെങ്കിൽ റൈറ്റ് ചെയ്യും, 1 എടുക്കുകയാണെങ്കിൽ റീഡ് ചെയ്യും. സോ ഇവിടെ നമ്മൾ റൈറ്റാണ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഷുഡ് ബി 0, അതാണല്ലോ. ദെൻ യു ഷുഡ് എനേബിൾ. സോ ദിസ് ഈസ് ദി എനേബിൾ പിൻ ഓഫ് ദി മെമ്മറി. സോ യു എനേബിൾ ഇറ്റ്, മേക്കിംഗ് ഇറ്റ് ഹൈ, ആൻഡ് ദെൻ യു don't have to do any data output because നമ്മൾ റൈറ്റ് ചെയ്യാനുള്ള ഡേറ്റ ഓൾറെഡി ഡേറ്റ ലൈനിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഡേറ്റ ബസ്സിലുള്ള ഡേറ്റ
മെമ്മറിയിലേക്ക് റൈറ്റ് ആയിക്കോളൂ. ക്ലിയർ? സോ ഇങ്ങനെയാണ് മെമ്മറിയുടെ ബേസിക് ജനറൽ ഓപ്പറേഷൻസ് നമുക്ക് പോസിബിൾ ആവുന്നത്. ഐദർ യു റീഡ് ഇറ്റ് ഓർ റൈറ്റ് ഇറ്റ്. സോ രണ്ട് ഓപ്പറേഷനേ ഉള്ളൂ മെമ്മറിയിൽ, റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക. So once you write, it will be there in the register for say certain amount of the time, depends upon the type of memory that you are using. So ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്, different types of memories. Okay, so first one is SRAM. SRAM is nothing but static RAM. Okay, so നമ്മൾ ഇതിൽ നോക്കാനുള്ളത് റാമും റോമും ആണ് ഈ ഒരു പാർട്ട് ഡിമാൻഡ് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് റാമിലെ ഫസ്റ്റ് പാർട്ടാണ് SRAM എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മദർ ബോർഡിൽ കാണുന്ന ഒരു സ്ലോട്ട് ഉണ്ടാവും, സ്ലോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു റാം അറേയാണ് ഈ കാണുന്ന SRAM എന്ന് പറയുന്നത്. ഓക്കെ, സോ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രജിസ്റ്റേഴ്സിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മെമ്മറിയിൽ ഇൻഫർമേഷൻ സ്റ്റോർ ആയിരിക്കുള്ളൂ. വെൻ ദ പവർ ഈസ് ലോസ്റ്റ്, ദ ഇൻഫർമേഷൻ ഈസ് ഗോൺ. Okay, then it provides faster access to data, as you can see from the slide. Then it is expensive than DRAM like ഞാൻ അടുത്തേക്ക് വരുന്നുണ്ട്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ this is the thing that enables the speed of the operation. ഒരു ഓപ്പറേഷൻ നമ്മളൊരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പെക്ക് നോക്കുമ്പോൾ പ്രൊസസ്സർ സ്പീഡ് കഴിഞ്ഞാൽ അടുത്ത് നോക്കുന്ന റാം സൈസാണ്. ഓക്കെ, സോ റാം സൈസ് കൂടുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഹാൻഡിൽ മോർ പ്രോഗ്രാംസ്, അത്രേ ഉള്ളൂ. അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. അതായത് നിങ്ങൾ റാം സൈസ് കൂടുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഹാൻഡിൽ മോർ പ്രോഗ്രാംസ് ആൻഡ് ഇറ്റ് ക്യാൻ ഹാൻഡിൽ മോർ ക്യാഷ്. ഓക്കെ, അത് മൊത്തം ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി റാമിനുണ്ടാവും. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഞാൻ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ക്യാഷ് മെമ്മറി ആയിട്ട് യൂസ് ചെയ്യാം. ദെൻ ആൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ADC, ഐ മീൻ അനലോഗ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സിൽ വീഡിയോ പ്രോസസ്സ് ചെയ്യാൻ, വീഡിയോ കാർഡിലൊക്കെ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ പ്ലേ സ്റ്റേഷനിലൊക്കെ നമ്മൾ ഹൈ കപ്പാസിറ്റി SRAM ആണ് യൂസ് ചെയ്യുക. ക്ലിയർ? This is about SRAM. And before going to that, yes, just a second. Yeah, okay. And DRAM is dynamic memory, dynamic RAM. So നമ്മൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡൈനാമിക് നേച്ചർ ആയിട്ടുണ്ടാവുക, അതായത് സീക്വൻഷ്യൽ അല്ല ആക്സസ് ചെയ്യുന്ന ഡേറ്റ, നമ്മൾ ഡൈനാമിക് ആയിട്ടാണ് നമ്മൾ ഡേറ്റ ആക്സസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് only difference which has I mean the only difference is that നമ്മൾ സീക്വൻഷ്യൽ ആക്സസ് അല്ല അവിടെ നടക്കുന്നത്, അവിടെ ഡൈനാമിക് ആയിട്ട് നമുക്ക് അഡ്രസ്സിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാവുന്ന ഒരു പോസിബിലിറ്റിയാണ് അതിലുള്ളത്. ദെൻ ഗോയിങ് ടു ROM. ROM is a read only memory where you store your program. നിങ്ങൾ അഗൈൻ മൈക്രോ പ്രൊസസ്സർ ഞാൻ റെഫർ ചെയ്യാണ്. If you are writing a code, the code has to be stored somewhere, right? സോ അതിനുവേണ്ടി നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു IC നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ അതിനാണ് നമ്മൾ ROM എന്ന് പറയുന്നത്, റീഡ് ഓൺലി മെമ്മറി. സോ റീഡ് ഓൺലി മെമ്മറി could be anything, like it is like it is like it permanently stores data and it is non-volatile memory. So even if the power is lost, then no problem, it will be retained in ROM. It's a type of memory offered firmware. So നമ്മൾ ഇതിൽ ഈ ഒരു മെമ്മറീനെ നമ്മൾ ഫേംവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് വിച്ച് റിലേറ്റ്സ് ടു ദി ഹാർഡ്വെയർ, അല്ലെങ്കിൽ ഹാർഡ്വെയർ കൺട്രോളിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇതിനാണ് നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ കേട്ടിട്ടുണ്ടാവും, ഹാർഡ്വെയർ കേട്ടിട്ടുണ്ടാവും. സോ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു വെർഷനാണ് ഫേംവെയർ എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ഫേംവെയർ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് software. Okay, so this type of programs will go and be loaded into ROM. Clear? There are different types of ROM actually. So നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ടെക്നിക്കിന് അനുസരിച്ച് there are first one is programmable read only memory. So ഇതൊരു ROM-ന്റെ ബ്ലാങ്ക് വെർഷനാണ്. സോ നോർമൽ കേസിൽ നിങ്ങളൊരു മൈക്രോ പ്രോസസർ കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഡിസ്പ്ലേയിൽ കാണാം 8085 വെൽക്കം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാണാം. സോ ഇതാണ് നമ്മൾ പറയുന്നത്, ഓൾറെഡി കമ്പനി അതിൽ പ്രോഗ്രാം ലോഡ് ചെയ്തിട്ടാണ് അയച്ചിരിക്കുന്നത്. യു കനോട്ട് ചേഞ്ച് ഇറ്റ്. ഓക്കെ, അൺലെസ് ആൻഡ് അണ്ടിൽ ദ കിറ്റ് ഈസ് ഗോൺ യു ത്രോ ദ കിറ്റ് അവേ, അതേ നടക്കുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ആ പ്രോഗ്രാം ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ROM വിച്ച് യു ക്യാൻ പ്രോഗ്രാം, ബട്ട് യു ക്യാൻ പ്രോഗ്രാം ഓൺലി വൺസ്. സോ അതിനാണ് നമ്മൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത് സെക്കൻഡ് പോയിന്റ്, ദ പ്രോഗ്രാം വൺസ് with the help of a specific tool called programmer. ഒരു പ്രോഗ്രാമർ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. when you come to the lab I will show you. ഓക്കെ, പ്രോഗ്രാമർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഒരു ബോർഡാണ്, ഒരു സർക്യൂട്ട് ബോർഡാണ്. സോ ഈ ബോർഡിലേക്ക് നമ്മൾ ഈ ചിപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുക.
Okay, so programmer use ചെയ്യാണ്. Then programmer നമ്മൾ burning എന്നാണ് പറയുക. ലൈക്ക് ഞാൻ ഈ സർക്യൂട്ടിൽ കാണിച്ച പോലെ it consists of an and or array. ഓക്കെ, നിങ്ങൾ ആ ഫ്യൂസ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കാണാം. അത് വളരെ ഡീറ്റെയിൽഡ് ആണ്, ഇത്രയ്ക്ക് ഡീറ്റെയിൽഡ് പോണ്ട, ബട്ട് ഐ എം സ്റ്റിൽ എക്സ്പ്ലെയിനിങ് ഹൗ ഇറ്റ് ഈസ് ഡൺ. ഈ ഫ്യൂസ് either if it is burned then it is like storing a 1. Okay, if the fuse is not allowing any current to flow, it is like storing 0. So ഇങ്ങനൊരു മെഷ് ഉണ്ടാവും, ഒരു മെഷ് ഇമാജിൻ ചെയ്യുക. ഒരു ലൈക്ക് യു ഹാവ് മെഷ് ആൻഡ് ഈച്ച് ഇന്റർകണക്ഷൻ ഈസ് എ ഫ്യൂസ്. സോ either you burn the fuse or you ignore the fuse. ഈ ബേൺ ചെയ്യുന്ന ഫ്യൂസ് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്ന ഫ്യൂസ് represents 0 or 1. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് FPGA എന്നൊക്കെ പറയുന്ന ഒരു ടെക്നോളജിയിലേക്കൊക്കെ നമ്മൾ എത്തിക്കും. അതാ പറഞ്ഞ അത്രയ്ക്ക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. സോ ദി ഓപ്പറേഷൻ ഈസ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് എ ഫീൽഡ്. സോ നമ്മൾ ആ ഫീൽഡിൽ നമുക്ക് ആ ഫീൽഡിനെ എന്താക്കിയിട്ട് മാറ്റാം. യു ക്യാൻ കൾട്ടിവേറ്റ് പാഡി, യു ക്യാൻ കൾട്ടിവേറ്റ് എനിത്തിങ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അത് യൂസറിൻ്റെ ഇഷ്ടമാണ്. ആൻഡ് യു വിൽ ഗെറ്റ് എൻ ഓപ്പൺ സ്പേസ് ലൈക്ക് ദിസ് ആൻഡ് array of and or circuit. Then EEPROM is like erasable PROM ആണ് EEPROM. ഞാൻ നേരത്തെ പറഞ്ഞു PROM, the company writes the program and that's it, you cannot do anything. But in this kind of ICs അല്ലെങ്കിൽ ROMs, you can erase the program and rewrite another program. അതാണ് erasable PROM അല്ലെങ്കിൽ EEPROM എന്ന് പറയുന്ന സാധനം. ഇനി EEPROMൽ you can see a window here. ഒരു വിൻഡോ നമുക്ക് കാണാം നടുവിൽ, ഈ ICൻ്റെ നടുവിലൊരു വിൻഡോ ഉണ്ടാവും. യു ക്യാൻ സീ ത്രൂ ഇറ്റ്. സോ UV ലൈറ്റ് പാസ് ചെയ്തിട്ടാണ് ഇതിലെ കണ്ടന്റ് ഇറേസ് ചെയ്യുക. സോ ഇതിനെ നമ്മൾ EEPROM എന്നും പറയും, EEPROM എന്നും പറയും, EEPROM എന്നും പറയും. അതിൽ UV ലൈറ്റ്, ഒരു നിശ്ചിത വേവ് ലെങ്ത്തിലെ UV ലൈറ്റ് നിശ്ചിത സമയത്തേക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ അതിലെ കണ്ടന്റ് കംപ്ലീറ്റ് ഇറേസ് ചെയ്യുക. ആൻഡ് ദെൻ യു ക്യാൻ പ്രോഗ്രാം ഇറ്റ് യൂസിങ് എ പ്രോഗ്രാമർ. സി ആസ് ഐ മെൻഷൻ, യു ക്യാൻ റീപ്രോഗ്രാം ഇറ്റ്. ഓക്കെ, ഇനി എത്ര വട്ടം അത് യൂസ് ചെയ്യാം? ഓൾമോസ്റ്റ് ലൈക്ക് 1000 times അല്ലെങ്കിൽ 2000 times യു ക്യാൻ ഇറേസ് ആൻഡ് റൈറ്റ്. ഓക്കെ, അത്രയും പ്രാവശ്യം നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. സോ വൈ ദിസ് 1000-2000? ബിക്കോസ് UV ഈസ്, നമുക്കറിയാം UV ഈസ് ഡീഗ്രേഡിങ് തിങ്സ്. UVക്ക് ഡീഗ്രേഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു കപ്പാസിറ്റി നഷ്ടമാകും. കാരണം UV വേവ് ലെങ്ത് ക്യാൻ ഡു ഇറ്റ്. അതിന് ഡീഗ്രേഡ് ചെയ്ത് കളയാനുള്ള ഒരു കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് മാക്സിമം 1000 വട്ടം. പക്ഷേ 1000 വട്ടമൊക്കെ ധാരാളം മതിയാവും. കാരണം നമ്മൾ അത്രയ്ക്കൊന്നും EEPROMൽ പിന്നെ ഇറേസ് ചെയ്യാനും എഴുതാനും പോകുന്നില്ല. ഓക്കെ, എനിവേ, നിങ്ങൾ മൈക്രോ പ്രൊസസർ കിറ്റ് ഞാൻ അടുത്ത പ്രാവശ്യം ലാബിൽ വരുമ്പോൾ കാണിച്ചു തരാം. അതിലൊരു IC ഉണ്ടാവും, ഒരു സ്റ്റിക്കർ ഒട്ടിച്ച IC. അത് കിറ്റിൻ്റെ നമ്പർ എഴുതി സ്റ്റിക്കർ ഒട്ടിച്ചല്ല, ആ സ്റ്റിക്കർ ഒന്ന് പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ സാധനം കാണാം, ദിസ് ഇസ് എ വിൻഡോ. അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ മറച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, the kit will be opened by you and you will program it. നിങ്ങൾ ഇതൊന്നും അറിയില്ല, പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ട് സൺലൈറ്റ്, സൂര്യപ്രകാശം വരുന്നുണ്ടാവും. ആൻഡ് യു നോ വെരി വെൽ, സൂര്യപ്രകാശത്തിൽ UV ഉണ്ട്, UV ഓൾ ദ റേഞ്ചസ്, UVA, UVB, UVC, ഇതെല്ലാം UV കണ്ടന്റ് ഉള്ള ലൈറ്റ് തന്നെയാണ്. ഇത് കാലക്രമേണ ഇതിലേക്ക് ഈ വിൻഡോയിലൂടെ വന്ന് ഈ എറേസ് ചെയ്യുന്ന പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ കിറ്റ് വിൽ ബി ലോസ്റ്റ്. നിങ്ങൾക്കതൊരിക്കലും വീണ്ടും തിരിച്ച് എടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് കിറ്റ് റീപ്ലേസ് ചെയ്യണം. സോ അതിനു വേണ്ടി തന്നെയാണ് ഇതിൻ്റെ മേലെ, ഒരു ICൻ്റെ മേലെ മാത്രം സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. സോ ദാറ്റ് IC ഈസ് EEPROM ഇൻ ദ കിറ്റ്. നിങ്ങൾ അടുത്ത പ്രാവശ്യം ലാബിൽ വരുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദെൻ യു ഹാവ് EEPROM അല്ലെങ്കിൽ esquare PROM. ദിസ് ഈസ് ഇലക്ട്രിക്കലി ഇറേസബിൾ PROM. സെയിം ഫംഗ്ഷൻ, ബട്ട് ഇൻ ദിസ് കേസ് UV എന്ന് പറഞ്ഞൊരു ലൈറ്റ് വേണ്ട. ബൈ ദ ബൈ, ഇതിൽ UV ഇതിലേക്ക് അടിക്കണമെങ്കിൽ ഒരുപാട് സെറ്റപ്പ് വേണം. നമുക്ക് UV സോഴ്സ് വേണം, അതിനെ ഫോക്കസ് ചെയ്യണം, ലെൻസ് വേണം, അതിൻ്റെ ഇടയിൽ IC കൊണ്ട് വെക്കണം, ടൈമർ വേണം. കാരണം ഇത്ര സമയത്തിന് കൂടുതലായി കഴിഞ്ഞാൽ അതും കുഴപ്പമാണ്. So you need an entire setup to erase the program from this chip. But in the case of esquare PROM, you don't need that. You just have a single high line. ഈ ഒരു ഹൈ ലൈൻ നിങ്ങൾ ഇതിലേക്ക് ഒരു ലൈനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ച് ജസ്റ്റ് ഒരു പൾസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷനിലുള്ള അല്ലെങ്കിൽ റോമിൽ സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാം മുഴുവൻ ഇറേസ് ആയി പോകും. സോ ഓൾ ദ ഫീൽഡ് വിൽ ബി 00, ലൈക്ക് 000, ഫുൾ 00. അതായത് എന്തൊക്കെ പ്രോഗ്രാംസ് അതിലുണ്ടോ അത് കംപ്ലീറ്റ് ഡിലീറ്റ് ആവും. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക്കലി ഇറേസബിൾ PROM. നേരത്തെ കണ്ടത് UV ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്, ആൻഡ് ദിസ് ഈസ് ഇലക്ട്രിക്കലി ഇറേസബിൾ PROM. As I said, apply a localized electrical field to erase or rewrite the IC. You can rewrite the esquare PROM without a dedicated equipment. ഞാനതാ പറഞ്ഞ മറ്റേ UVന്
സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് വേണം, സ്പെഷ്യൽ സംവിധാനങ്ങൾ വേണം. പക്ഷേ ഇതിനത് വേണ്ട. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫ്രം മൈക്രോചിപ്പ് എന്ന് പറഞ്ഞ കമ്പനി എന്നുള്ള ഒരു എക്സാമ്പിൾ. ഇതൊരു പ്രോസസ്സറാണ്. സോ ഇതിൽ റോം ഉണ്ട്, ആൻഡ് ദാറ്റ് റോം ഈസ് esquare PROM. ഓക്കെ, സോ ഒരു സിംഗിൾ ലൈൻ ഉണ്ടാവും. അത് നമ്മൾ നോക്കണ്ട, പ്രോഗ്രാമറിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിൽ ഒരു പൾസ് പോകും, ഇറ്റ് വിൽ ഡിലീറ്റ് ഓൾ ദി ഫീൽഡ്. ക്ലിയർ? So this is electrically erasable PROM. And now the last one is EEPROM. It is electronically alterable programmable read-only memory. So you can actually alter certain bytes. So it's a type of esquare PROM. പക്ഷേ esquare PROMൽ എല്ലാം ഇറേസ് ആയി പോകും, എല്ലാ പ്രോഗ്രാമും ഇറേസ് ആയി പോകും. പക്ഷേ EEPROMൽ ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് അഡ്വാൻസ്ഡ്. നിങ്ങൾക്കൊരു ഒന്ന് ആലോചിച്ച് ഒരു 1000 ലൈൻസുള്ള ഒരു കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് അസംബിൾ ചെയ്ത് അല്ലെങ്കിൽ കമ്പൈൽ ചെയ്ത് നിങ്ങൾ അസംബ്ലി കോഡിലേക്ക് മാറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ബൈനറി ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ, മെഷീൻ ലാംഗ്വേജിലാക്കി കഴിഞ്ഞാൽ അതാണ് പോയിട്ട് ഇതിലൊക്കെ സ്റ്റോർ ആവുക, അല്ലേ? ബിക്കോസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ ഓൺലി റീഡ് 0 or 1. നിങ്ങൾ ചിലപ്പോൾ സിയിൽ എഴുതിയിട്ടുണ്ടാകും, എംബഡഡ് സിയിൽ നിങ്ങൾ പ്രോഗ്രാം ഉണ്ടാകും, ഡസൻറ്റ് മാറ്റർ. ഫൈനലി ഐ സിയിലേക്ക് പോകുമ്പോൾ 0 ഉം 1 മാത്രമേ ഐ സിക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ ഡിജിറ്റൽ സർക്യൂട്ട്സിന് അറിയുള്ളൂ. സോ നിങ്ങളത് മുഴുവൻ പിന്നെ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളൊരു 1000 ലൈനുള്ള പ്രോഗ്രാം മുഴുവൻ ഇറേസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും റൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതിലേക്ക് വരുന്നില്ല. സപ്പോസ് ഇമാജിൻ യു വാണ്ട് ടു ചേഞ്ച് എ സിംഗിൾ ഫംഗ്ഷൻ. ഒരു പ്രോഗ്രാമിൽ ചെറിയൊരു ഫംഗ്ഷൻ മാത്രം ചേഞ്ച് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഓപ്റ്റ് ഫോർ EEPROM. നിങ്ങൾക്ക് ആ ഒരു പാർട്ട് മാത്രം ഇറേസ് ചെയ്തിട്ട് അവിടെ കമ്പൈൽ ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയൊരു പാർട്ട് അവിടെ പ്ലഗ് ചെയ്യാം. സോ ഓൺലി ദാറ്റ് പാർട്ട് ഈസ് ചേഞ്ച്ഡ്. നിങ്ങൾ മുഴുവനും ഇറേസ് ചെയ്ത് വീണ്ടും മുഴുവനും പിന്നെ റൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഈവൻ ദ റൈറ്റിംഗ് ടേക്സ് ടൈം. ഇഫ് ദ പ്രോഗ്രാം ഈസ് ബിഗർ, the writing takes time. Okay, so അതാ ഞാൻ പറഞ്ഞത്, individual bits can be reprogrammed during the course of the system operation. System വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ you can change the code. നിങ്ങൾ ഈ ലൈക്ക് ഒരു വലിയൊരു മിഷൻ, അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് മിഷൻ, അല്ലെങ്കിൽ റോക്കറ്റ് മിഷനിലൊക്കെ ഓൺ ദ ഗോ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവിടെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പ്രോഗ്രാം ചേഞ്ച് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യലുണ്ട്. സോ യു ക്യാൻ വിഷ്വലൈസ് സിമിലർ സെറ്റപ്പ് ഹിയർ. EEPROMലും അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ സിമിലർ ഓപ്പറേഷൻസ് ആണ്. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില പ്രത്യേക സ്ലോട്ടുകൾ നമുക്ക് ഇറേസ് ചെയ്ത് വീണ്ടും പ്രോഗ്രാം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ യു ക്യാൻ റീപ്രോഗ്രാം ദി ഏതെങ്കിലും പാർട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഓൺ ദ ഗോയിൽ ചേഞ്ച് ചെയ്യും. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി. ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വിക്ക് ലുക്കാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത്. സോ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ സിസ്റ്റം തുടങ്ങി മെമ്മറിയിലേക്ക് ആണ് നമ്മൾ എത്തി നിൽക്കുന്നത്. മെമ്മറിയുടെ ഡിഫറെൻറ്റ് വേർഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി മെമ്മറി തന്നെ ഒരു സിലബസ് ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FPGA, ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേസ്, PLAs, പ്രോഗ്രാമബിൾ ലോജിക് അറേസ്. സോ ഇങ്ങനെയൊക്കെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഈ ഇത്രയും ഡെപ്തിലേക്ക് നമ്മൾ പോകുമ്പോൾ. സോ അതിലേക്കൊന്നും നമ്മളിപ്പോൾ ടച്ച് ചെയ്യണ്ട, കാരണം അതൊക്കെ വേറെ എൻ്റെ ഒരു ഡിഫറെൻറ്റ് സിലബസ് ഏരിയ ആണ്. സോ വി ജസ്റ്റ് സ്റ്റോപ്പ് ഹിയർ, പ്രിപ്പയർ ഫോർ ദ എക്സാംസ്. സോ ഈ ഒരു ഇതോടുകൂടി നമ്മൾ ഈ ഒരു 3rd സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അത് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ സിലബസ് ഒന്നും തൊട്ടില്ലെങ്കിലും വേണ്ടില്ല, യു വിൽ ഗെറ്റ് പാസ് മാർക്ക്. കാരണം ഈ ഒരു സിലബസ് വളരെ എളുപ്പമാണ്. ഡി ഇതിന്ന് ഈ ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പറൊന്നും പുറത്തൊന്നും ചോദിക്കാൻ യാതൊരു വകുപ്പില്ല. ആൻഡ് എൻ്റെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, so thank you. All the best for your exams. Thank you.